ഹലോ, ഇന്ന് നമുക്ക് ഒരു കഞ്ഞിവിത്ത് ഉണ്ടായിരുന്നു. കഞ്ഞിവിത്ത് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുമ്പോഴത്തേക്ക് കഞ്ഞി സദ്യ നടത്തത്തില്ലേ, അതിനാണ് കഞ്ഞിവിത്തെന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ ആദ്യമായിട്ട് പോകുമായിരുന്നു, അപ്പോൾ നമ്മളെയും വിളിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി, അങ്ങനെ അവിടെ എത്തി. ഇതാണ് ഇക്കുവിൻ്റെ ഫ്രണ്ട്. അപ്പം നമ്മൾ നേരെ ചെന്ന സമയത്താണ് കഞ്ഞി സദ്യ തുടങ്ങിയത്. അപ്പം കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ നിന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ നമ്മൾ നിന്നിട്ട് നേരെ നമ്മളും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പണ്ട് ഇതുപോലെ നമ്മളെ വീടിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളും ഇതുപോലെ പോയി വാങ്ങുമായിരുന്നു. അതിന് കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതേ കഞ്ഞി സദ്യ, പിന്നെ നമ്മുടെ ആ പണ്ടത്തെ അതേപോലെ തന്നെ പ്ലാവിലയിൽ മടക്കി കഴിക്കത്തില്ലേ, അത് തന്നെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് മലയ്ക്ക് പോയപ്പോഴും എൻ്റെ വീട്ടിലും ഇതുപോലെ കഞ്ഞി സദ്യ നടത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇതാണ് കേട്ടോ മലയ്ക്ക് പോകുന്ന മോള്. അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയപ്പോഴേ ഈ ഒരു സ്പോട്ട് കണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് കഴിയുമ്പോൾ കയറണമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഒരു കിളിപ്പോയി സർബത്ത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അന്ന് പുല്ലിച്ചെറിയിൽ നിന്ന് കുടിച്ചപ്പോൾ നമ്മൾ അണ്ടകടാകം വരെ എഴിഞ്ഞു പോയെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് തന്നെ ആണോ എന്നറിയാൻ വേണ്ടി ഇക്കു കയറാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കയറി കുടിച്ചപ്പോൾ ഇവിടെ തൈരും കാര്യങ്ങളൊക്കെ വേറെ ആയിരുന്നു. അപ്പം നമുക്ക് ടേസ്റ്റ് വ്യത്യാസം കാണുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. കുടത്തിലും കൂടിയായിരുന്നു. അപ്പോൾ ഇക്കു കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒന്ന് കുടിച്ച് നോക്കുമ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാലമുക്കിൽ നിന്ന് കുരിപ്പള്ളിയിലോട്ട് പോകുമ്പോഴത്തേക്ക് അപ്പോയ്സ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആണെന്നൊരു ചെറിയ സ്റ്റാളാണ്. അപ്പോൾ ഇതിലേ വരുമ്പോഴും നിങ്ങളൊന്ന് കുടിച്ച് നോക്കൂ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഹാമ്പറിലേക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതിന് വേണ്ടി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ ബില്ലടിച്ച് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.